ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ സരി ആരുള്ള സമയത്ത് താരയുടെ റൂമിലേക്ക് പോയിട്ട് താരയുടെ കഴുത്തിനെ കയറി ഇങ്ങനെ ബലത്തിൽ ഇങ്ങനെ പിടിക്കും കേട്ടോ. താരയാണെങ്കിൽ മരണവെപ്രാളം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരി പെട്ടെന്ന് ആര് വരും മുമ്പ് ഇല്ലാതാക്കണമെന്ന രീതിയിൽ ശരിക്കും അങ്ങോട്ട് കുത്തനെ ഇങ്ങനെ പിടിക്കുകയാണ്. താരയാണെങ്കിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് കിരൺ കയറി വരുന്നുണ്ട് കേട്ടോ. എടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സരി പെട്ടെന്ന് നോക്കുമ്പോൾ കിരണിനാണ്. കിരൺ ഒറ്റ തള്ളു വെച്ച് കൊടുക്കുകയാണ്. നിനക്കിതുവരെ നിന്റെ കൊലവിളി തീർന്നില്ലല്ലേടി? ഇല്ലടാ, തീരില്ലടാ, ഇവൾ എന്റെ അമ്മയാണെന്ന് പറഞ്ഞിടത്തോളം കാലം തീരില്ലടാ എന്നിങ്ങനെ പറയാണ്. എടി അതിന് താരനെ കൊല്ലാൻ വേണ്ടി ഒരു പ്രാവശ്യം നോക്കി തരേടി, ഇനിയും വീണ്ടും വീണ്ടും വരാൻ നിനക്ക് നാണമില്ലേ? അത് ഞാനും കല്യാണിയൊക്കെ ഇവിടെ ജീവനോടുള്ളപ്പോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ കൊല്ലാൻ നോക്കൂടാ, ഇവിടെ ഞാൻ കൊല്ലുകയും ചെയ്യും, പറഞ്ഞ പോലെ ഇവിടെ കൊല്ലു. ഇവൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, എത്രയൊക്കെ പറഞ്ഞാലും എന്റെ അമ്മയാണെന്ന് വേണ്ടി നാണില്ലാണ്ട് കയറി വരുവാ ഇവള്. എടി സരിയൂ, നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാടി. അതുകൊണ്ടേ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയാലും താരാന്റീനെ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, എന്റെയും അച്ഛന്റെയും കല്യാണിന്റെയും ഒക്കെ സംരക്ഷണത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക എന്ന് പറയുമ്പോൾ എടുത്ത വായിക്ക് സരിയു പറയുന്നുണ്ട്, അതേടാ നിന്റെ അച്ഛന്റെ സംരക്ഷണത്തിലാണല്ലോ ഇവള് എന്നിങ്ങനെ പറയാണ്. ഇവൾക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുമായിരിക്കും, അവൾ എവിടെയെങ്കിലൊക്കെ ജീവിക്കണ്ടാവും, അല്ലാതെ ഇവളുടെ കുഞ്ഞ് ഞാനൊന്നല്ല. നോക്ക്, ഇനി മേലൽ എന്റെ അടുത്തേക്ക് മോളാന്ന് പറഞ്ഞ് വന്നാലുണ്ടല്ലോ ഇനിയൊരു അവസരം നിനക്ക് ഉണ്ടാവില്ല. ആരില്ലാത്ത ആ ഒരു സെക്കൻഡ് ഞാൻ നിന്നെ ഇല്ലാതാക്കും, നോക്കിക്കോ എന്ന് പറയുമ്പോ കിരൺ നമ്മുടെ സരിനെ പിടിച്ച് തള്ളുവാണ്. പോടി പോവാൻ നോക്കടി എന്നിങ്ങനെ പറയുമ്പോഴേക്കും പോവാടാ, ഇപ്പൊ പോവാണ്, പക്ഷെ ഇവിടെ ഞാൻ ഇല്ലാതാക്കും, നീ നോക്കിക്കോ എന്ന് പറയാണ്. അതിനുശേഷം അവിടെ നിന്ന് പോകുവാണ്. അപ്പൊ സരി അവിടെ നിൽക്കുവാട്ടോ. ആ സമയത്ത് താര പറഞ്ഞിട്ട് വേണ്ട വേണ്ട എന്നിങ്ങനെ കൈവച്ച് ആക്ഷൻ കാണിക്കുക. എന്തിനാ താരാൻ്റെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത്? അവൾ പറഞ്ഞത് കേട്ടില്ലേ എന്നിങ്ങനെ പറയാണ്. അവള് ഭയങ്കര സാധനമാണ്, താരനെ കൊല്ലാൻ വേണ്ടി നോക്കുമെന്ന് അവൾ പറയുന്നത്. എടാ ഇനിയും കൊല്ലാൻ നോക്കൂ, നീ എന്ത് ചെയ്യടാ? ഇനി എന്ത് ചെയ്യണോ നിനക്ക് കാണിച്ചു തരാടി, ഇറങ്ങി പോടി വിടുന്ന പിടിച്ച് തള്ളുവാണ്. ആ സമയത്ത് സരിയോ അവിടെ വീഴുന്നുണ്ട്. കാണിച്ചു തരാം എല്ലാത്തിനും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് സരിയോ. അതിനുശേഷം കിരൺ പറഞ്ഞിട്ട് താരാൻ്റെ കണ്ടല്ലോ അവളുടെ ദേഷ്യവും വാശിയൊക്കെ കണ്ടല്ലോ, താരാൻ്റെ അവളുടെ അമ്മയാണെന്ന് അറിഞ്ഞിട്ടില്ല, അതിന് മുമ്പ് എത്ര ദേഷ്യമാണെന്നുണ്ടെങ്കിൽ അമ്മയാണെന്ന് അറിഞ്ഞാൽ താരാൻ്റെ ഇല്ലാതാക്കും അവള്. ഇത് തന്നെയാ താരാൻ്റെ പറഞ്ഞത്, അവളെ മോളായിട്ട് അംഗീകരിക്കില്ല, അവളെ വിട്ടുകളാന്ന് പറയണത് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് താര ഇങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. സരിയുവാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. അതിനുശേഷം ഇങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ ഹോസ്പിറ്റലിൽ പോണ സമയത്ത് പെട്ടെന്ന് വിക്രവും ദേഷ്യത്തോടു കൂടി ഹോസ്പിറ്റലിലേക്ക് കയറി വരും കേട്ടോ. അങ്ങനെ വിക്രവും സരിയും തമ്മിൽ ഇങ്ങനെ തട്ടി പോകുവാണ്. എന്താ ഇതെന്ന് പറഞ്ഞ് സരിയോ തിരിയുമ്പോഴേക്കും വിക്രമാണ്. സരിയോ എന്താ ഇവിടെ? സരിയോ എന്താ ഇങ്ങനെ പാനി നടക്കണത്? ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാ തൊട്ടടുത്താണല്ലോ മറ്റവള് കിടക്കുന്നത്, ആ താരാന്ന് പറഞ്ഞ സ്ത്രീയെ, ഞാൻ അമ്മയാണെന്ന് എന്റെ മോളാന്ന് പറഞ്ഞ് നടക്കുന്ന ആ സ്ത്രീ, അവരാ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്, അവരെ ഞാൻ ഇല്ലാതാക്കാൻ വേണ്ടി പോയതാ. എപ്പോഴും പറഞ്ഞു വരും എന്റെ അമ്മയാണെന്ന്. അവരുടെ ആ പറച്ചിൽ നിൽക്കാൻ വേണ്ടി, അവരെ ഇല്ലാതാക്കാൻ വേണ്ടി അവളുടെ റൂമിലേക്ക് ഞാൻ പോയി. അതിനുശേഷം അവിടെ കിരൺ ഉണ്ടായിരുന്നു. കിരൺ ഉണ്ടായിട്ട് പിടി വലിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതാണോ സരിന്റെ മുഖത്ത് കാണുന്ന ഈ പാട്? അതെ സരിയു, നമ്മളെ അടി കൊണ്ട മൂർഖനാവണം, മൂർഖൻ. നമ്മളെ സാഹചര്യത്തിന് വേണ്ടി പതുങ്ങി നിൽക്കണം, എന്നിട്ട് അവരെ സർപ്പം ചീന്തി കൊത്തണം. എൻ്റെ അമ്മയുടെ കാര്യം സരിയു കണ്ടതല്ലേ, മോനാന്ന് പോലും നോക്കാതെ എന്നെ പിടിച്ച് തള്ളിയ കാര്യങ്ങളൊക്കെ സരിയു അറിഞ്ഞതല്ലേ. നോക്കിക്കോ, അവരുടെ മുമ്പിൽ ഞാൻ അവരുടെ മരുമകനെ മോളെ കത്തിക്കും, അവരുടെ ചിത കത്തിക്കണം ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പോൾ വിക്രം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ എന്തായാലും സരിയുടെ കൂടെ തന്നെ ഉണ്ടാകും. സരിവിനറിയാവോ ഞാൻ ഇന്നലെ എവിടെയാ കിടന്നെന്ന്? ഒരു വള്ളത്തിൽ കിടന്ന് ഉറങ്ങി രാത്രി. എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കയറി കിടക്കാൻ ഒരു തിണ്ണ പോലും ഇല്ല. സരുവിന് എന്നെക്കാൾ എത്രയോ നല്ല ജീവിതമാണ് കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സരുവിന്റെ വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഭർത്താവുണ്ട്, വലിയ വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെയാണോ? സരുവിനേക്കാളും അത്രയും തകർന്ന അവസ്ഥയിൽ ഞങ്ങൾ കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. അതുകൊണ്ട് സരുവിനേക്കാളും പക എനിക്കാളുള്ളത്. സരിയെ നോക്കിക്കോ സരിയോ, അവരെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും. ആ കിരണിനെയും കല്യാണിനെ കരയിപ്പിച്ചിരിക്കും. അത് തന്നെയാ വിക്രം എനിക്ക് വേണ്ടത്. അതിന്റെ കൂടെ നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് സരിയു പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് സരിയു ദേഷ്യത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് വരും കേട്ടോ. സരിയു വരുമ്പോഴേക്കും നമ്മുടെ ഷാരി ഇങ്ങനെ കാത്ത് മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഷാരി ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴേക്കും സരിയുടെ ഇങ്ങനെ ചോദിക്കണ്ട, അയ്യോ മോളെ എവിടെയാ പോയെന്ന് ചോദിക്കുമ്പോഴേക്കും അതിനൊക്കെ നിങ്ങൾക്ക് പറയേണ്ട കാര്യമുണ്ടോ? മോളുടെ മുഖത്ത് എന്താ ഒരു പാടോ? അതിനെ അവൻ തല്ലിയതാ, അപ്പുറത്തുള്ളവൻ. മോളുടെ മുഖം നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ വിളിച്ച് കാണിക്കുകയാണ്. മോളെ തല്ലിയത്? അപ്പുറത്തുള്ളവൻ കിരൺ. എന്താ അച്ഛൻ അവനെ പോയി തല്ലാൻ പറ്റുമോ എന്ന് പറയുമ്പോഴേക്കും രാഹുൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മുമ്പൊക്കെ ആണെങ്കിൽ എന്റെ കണ്ണെന്ന് പറഞ്ഞാൽ അച്ഛൻ പോയി തല്ലുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അച്ഛനെ എന്താ ഒന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അതുകൊണ്ട് ഒരു അവസരം കിട്ടി ഞാൻ നിങ്ങളേക്ക് ഇല്ലാതാക്കും വേണ്ടി പറഞ്ഞാൽ അടുത്ത് അടുക്കളയിൽ പോയിട്ട് ഒരു കത്തി എടുത്തുകൊണ്ട് വരുവാണ്. ആദ്യം ഞാൻ തന്നെയായിരിക്കും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ട് രാഹുലിന്റെ അടുത്തേക്ക് കത്തി കൊണ്ട് മോൾ എന്തൊക്കെ കാണിക്കണത് എന്ന് പറഞ്ഞിട്ട് സരുവിനെ മാറ്റുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മനോഹർ വരുന്നുണ്ട്. എന്താ ബഹളം? അയ്യോ മോളുടെ മുഖത്ത് എന്തൊരു പാട്, ആരാ മോളെ തല്ലിയത്? അപ്പുറത്തവനാ കിരൺ. ഞാൻ അവനെ വെച്ചേക്കില്ല, നോക്കിയോ, ഞാൻ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് വയ്യോ. വേണ്ട മനുവേട്ട എന്നിങ്ങനെ സരിയു പറയണേ. വിടടി, അവൻ പോയി അന്വേഷിക്കട്ടെ. അപ്പൊ എന്റെ മനുവേട്ട മരിക്കണ കാണാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ പറയണല്ലേ? എന്റെ കണ്ണ് പറഞ്ഞല്ലേ മനുവേട്ടനെ സഹിക്കില്ല, മനുവേട്ട ചോദിക്കാൻ പോവാ, അത് ഞാൻ ചോദിക്കാൻ പോവാ. വിട് അവരെവിടെയുണ്ട്? അവൻ ആ ഹോസ്പിറ്റലുണ്ട്, ആ താരകരണ ഹോസ്പിറ്റലിൽ. ശരി, ഞാൻ ഇപ്പൊ തന്നെ രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ. എന്റെ മോളെ അവൻ അടിച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്
മനോഹർ അവിടെ നിന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് പോകുക കേട്ടോ. അയ്യോ എന്റെ മനുവേട്ടന് എന്തിനു സംഭവിക്കോ എന്നൊക്കെ പറഞ്ഞ് സരു ഇങ്ങനെ പറയുമ്പോഴേക്കും രാഹുൽ പറയണ്ട് അവനൊന്നും സംഭവിക്കില്ല, അവൻ പോയ പോലെ തന്നെ തിരിച്ചു വരും, പട്ടി ചന്തക്ക് പോയ പോലെ. അതെ നിങ്ങൾ എന്നെ മനുവേട്ടൻ അത്രക്കൊന്നും ചെറുതാക്കണ്ട, കണ്ടില്ലേ എന്റെ കണ്ണ് പറഞ്ഞപ്പോ ഒരു കവിളി പാടപ്പോ പോയി ചോദിക്കാൻ പോയിരിക്കുക, ആ ചോദിക്കട്ടെ, ചോദിച്ചിട്ട് അവൻ ഇങ്ങോട്ട് തന്നെ വരട്ടെ എന്ന് പറയാണ്. അങ്ങനെ സരു ദേഷ്യത്തോടു കൂടി തന്നെ മുകളിലേക്ക് പോവാണ്. ഷാരു ചോദിക്കുന്നുണ്ട് അവൻ ചോദിക്കാൻ പോയി കാണോ? അവൻ ചോദിക്കാതെ പോയതല്ല, വല്ല ഹോട്ടലും പോയിട്ട് ഭക്ഷണമൊക്കെ വയറ് നിറച്ചും ഭക്ഷണവും കഴിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു നാടകം ഇവിടെ കളിക്കും, നമ്മുടെ മോൾ അതിൽ ഫ്ലാറ്റ് ആവും ചെയ്യും. നോക്ക് നമ്മുടെ മോൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം നിങ്ങൾക്കാണ്, അവൾ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഷാരി പറയാണ്. അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ, അവളെ ആ കത്തി കൊണ്ട് ഇറക്കണം നിങ്ങളുടെ നെഞ്ചത്തായിരിക്കും എന്നൊക്കെ പറയാട്ടോ ഷാരി. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും കിരണിനെയാണ്. കിരൺ അങ്ങനെ താഴെ അടുത്തേക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോള് വരുവാണ്. മനോഹറാണ് വിളിക്കുന്നത്. അവനാ വിളിക്കുന്നത്. ആ മനോഹർ സരുവിന്റെ ഭർത്താവേ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുവാണ്. ഹലോ, ആ സാർ ഞാനാണ് സാർ, മനു ആണ് സാർ. ആ എന്താടാ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സാറിനത് കാണണമായിരുന്നു. സാർ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ ഉള്ളത്? അതെ അതെ ഹോസ്പിറ്റലുണ്ട്. ആ നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കിരൺ ഫോൺ വെക്കുവാണ്. താര അടുത്ത് പറയുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലാണ്ട് അവനിങ്ങനെ വിളിക്കില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും താര പറയണം അവനെ എങ്ങനെയെങ്കിലും അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നിങ്ങനെ താര ഇങ്ങനെ കാണിക്കുവാട്ടെ ആക്ഷൻ. ആ സമയത്ത് കിരൺ പറയണ്ടേ എന്തിനാ ആന്റി ഒഴിവാക്കണത്, അവളെ പോലത്തെ പെണ്ണെ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഭർത്താവ് തന്നെയാ മനോഹർ. പിന്നെ ആന്റിയുടെ മോളായതുകൊണ്ട് ആന്റിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. എന്തായാലും അവളുടെ ജീവിതത്തിൽ അവനെ തേച്ചു മാറ്റി കളയാൻ പറ്റുമൊന്നുമില്ല ആന്റി എന്നിങ്ങനെ പറയുവാണ്. അതേ സമയത്ത് നമ്മുടെ രാഹുലാണെങ്കിൽ ഷാരിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഷാരി ഇന്നെന്താ ഇവിടെ കഴിക്കാനൊന്നും വെച്ചില്ല? ഇല്ല ഒന്നും വെച്ചില്ല, ഇനി എന്റെ സൗകര്യത്തിന് എന്തെങ്കിലും കഴിക്കാൻ വെക്കും, അതങ്ങോട്ട് കഴിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ തന്നെയേ ചെയ്യുള്ളൂ, നിങ്ങൾക്കുള്ള എന്റെ ദേഷ്യയും വാശിയും വൈരാഗമൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിക്കണം. എന്താ ഷാരി ഞാൻ ചെയ്യേണ്ടത്? എന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ആ മനോഹരനെ ഒഴിവാക്കണം, അത് അവൾക്ക് ഒട്ടും വിഷമമില്ലാത്ത തരത്തിൽ വേണം ഒഴിവാക്കാൻ. അതെങ്ങനെ പറ്റും ഷാരി? അവളെങ്ങാനും അവൻ ഫ്രോഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭ്രാന്ത് പിടിക്കും, അവൾക്ക് എന്തെങ്കിലും ഭ്രാന്ത് പിടിക്കും, വട്ടായിട്ട് ഇതിലെ കൂടി ഇറങ്ങി നടക്കും. അതിനു മുമ്പ് മനോഹരനെ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം, എനിക്ക് അത്ര നിങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ പഴയ പോലെ നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷം മനോഹർ കിരണിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. കിരൺ ആ സമയത്ത് മനോഹർ ചോദിക്കുന്നു എന്താടാ നീ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അല്ല സരി ഇങ്ങോട്ട് വന്നിരുന്നോ? കിരൺ അവളെ അടിച്ചു എന്ന് അറിഞ്ഞു. ആ അടിച്ചു, അത് ചോദിക്കാൻ വേണ്ടി വന്നതാണോ? അയ്യോ അല്ല അവളെ എന്നോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. ആ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, അവളോട് ധൈര്യമായിട്ട് പറ എന്റെ കുത്തിനെ പിടിച്ചു, നീ എന്നെ അടിച്ചു, അത് കണ്ട് കല്യാണി കരഞ്ഞു, എന്ത് വേണമെങ്കിലും കഥ വേണമെങ്കിൽ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. പിന്നെ ഇപ്പോഴും നിന്നെ ജീവിച്ചിരിക്കാൻ സമ്മതിച്ചത് എന്താണെന്ന് നിനക്കറിയാവോ? അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൃത്യമായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാ, നീ അതൊന്നും ചെയ്യുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടേടാ എന്ന് കിരൺ ചോദിക്കുവാണ്. എന്താ സർ? അതെ ആ സത്യങ്ങൾ എങ്ങാനും അറിഞ്ഞോ? താരാൻറ്റി അവളുടെ അമ്മയാണെന്നുള്ള സത്യം എന്ന് ചോദിക്കുമ്പോൾ മനോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര ഇപ്പൊ സത്യങ്ങളൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് നുണ പറയാം. എന്താണ് നീ ആലോചിക്കണതെന്ന് കിരൺ ചോദിക്കുമ്പോൾ അയ്യോ സത്യമൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും താരാൻറ്റി അവളുടെ മോളെന്ന് പറഞ്ഞിട്ട് സരുവിനെ അന്വേഷിച്ച് വരുന്നുണ്ടല്ലോ, അത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് അവളിങ്ങനെ കൊല്ലാനൊക്കെ നോക്കണത്. താരാൻറ്റി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ, കുറെ നാളായല്ലോ മോളെന്ന് പറഞ്ഞിട്ടൊക്കെ നടക്കണു. അപ്പൊ ഒന്നില്ലാത്ത ദേഷ്യം അവൾക്ക് ഇപ്പൊ എങ്ങനെ പെട്ടെന്ന് വന്നു? അതെനിക്കറിയില്ല സാറേ, എങ്കിൽ നീ അത് അന്വേഷിക്കണം. അവിടെ നിന്ന് എന്ത് നീക്കുപോക്ക് ഉണ്ടായാലും നീ അപ്പൊ തന്നെ ഞങ്ങളെ വിളിച്ചു പറയണം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അറിയാം സാറേ, എന്തുണ്ടെങ്കിലും സാറിനെ വിളിച്ചു പറഞ്ഞോളാം. എങ്കിൽ ശരി, നീ എന്നാ വിട്ടിട്ട് പോയി നല്ല കഥകൾ പറഞ്ഞുണ്ടാക്കിക്കോ, എന്റെ കഴുത്തിനെ കയറി പിടിച്ചെന്നും അവൾ അടിച്ചതിന് 2 അടി എനിക്ക് തന്നു, എന്താ പോയി പറഞ്ഞോ പോടാ എന്ന് പറയാണ്. അങ്ങനെ മനോഹർ അവിടെ നിന്ന് പോകുവാണ്. അങ്ങനെ കിരൺ മനോഹരനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.